സംസ്ഥാനത്തെ 2 വർഷത്തിനിടെ 19 ടി.ടിമാർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഈ വർഷം ഇതുവരെ 8 പേർക്കെതിരെ ആക്രമണമുണ്ടായി. ഇതിൽ തൃശ്ശൂരിൽ വെച്ച് വിനോദ് എന്ന് പറയുന്ന ടി അതിദാരുണമാം വിധം കൊല്ലപ്പെടുകയും ചെയ്തു. നിരവധി തവണ ഈ റെയിൽവേ ജീവനക്കാരുടെ സംഘടന റെയിൽവേ ബോർഡിനോടും അതുപോലെ തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥരോടെല്ലാം ഇവരുടെ ടി.ടിമാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കണം എന്നൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതുവരെയും ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏതായാലും റെയിൽവേ ജീവനക്കാരുടെ സംഘടനയായ SRESന്റെ ഡിവിഷണൽ പ്രസിഡന്റായ ഉണ്ണികൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇതുവരെയും കൃത്യമായി ടി.ടിമാർക്കുള്ള ഒരു സുരക്ഷ ഉറപ്പാക്കാൻ ഇതുവരെയും റെയിൽവേക്ക് സാധിച്ചിട്ടില്ല. ഇത് അങ്ങനെയല്ല. ഇത് ആദ്യമൊക്കെ ഒരു വളരെ അസാധാരണ സംഭവമായി മാറി. വളരെ സാധാരണമായിരുന്നില്ല. ഇത് വളരെ അപൂർവമായി മാത്രം സംഭവിച്ചിരുന്ന കേസാണ് ടി.ടിമാർക്കെതിരെയുള്ള ആക്രമണം എന്നത്. പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല, ഈ അടുത്ത 2 വർഷമായി അത്തരം ആക്രമണങ്ങൾ പെട്ടെന്ന് ക്രമാതീതമായി വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അതിൽ ടിക്കറ്റ് ചെക്കിങ് ജീവനക്കാർ മാത്രമല്ല, യൂണിയനും വളരെയധികം ആശങ്കാജനകമായ ഒരു സിറ്റുവേഷനിലാണ് ഇത് നോക്കിക്കാണുന്നത്. നമ്മൾ പല രീതിയിലും അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഇതിന് സുരക്ഷാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് മേൽനടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഇപ്പോഴാണ് പാലക്കാട് ഡിവിഷനിൽ ഒരു പ്രത്യേക ഓർഡർ തന്നെ ഇറക്കിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇത്തരം കേസുകൾ യാതൊരു ദാക്ഷിണ്യവും കാണിക്കാതെ സീരിയസ് ആയ ആക്ഷനുകൾ എടുക്കണമെന്ന് ഡിവിഷൻ അധികാരികൾ പോലീസിനോടും RPFനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് മുൻകാലങ്ങളിൽ ഈ ടി.ടിമാർക്കുള്ള ആക്രമണം നടത്തിയത് അന്യസംസ്ഥാന തൊഴിലാളികളെ പോലുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ വെച്ച് മലയാളികൾ തന്നെ ടി.ടിമാർക്ക് നേരെ ആക്രമണം നടത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇത്തരം യാത്രകൾ മുമ്പ് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ, സ്ലീപ്പർ കോച്ചുകൾ ഗണ്യമായി വെട്ടിക്കുറച്ചത് അതൊരു സംഭവം, ഒരു കാരണം തന്നെയാണ്. കാരണം വെച്ചാൽ വളരെയധികം യാത്രക്കാരും ബുദ്ധിമുട്ടുന്നുണ്ട്. അതേപോലെ ടിക്കറ്റ് പരിശോധകരും ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണുള്ളത്. കാരണം ഇത്രയും തിരക്ക് വരുമ്പോൾ ഈ തിരക്കുകൾ നിയന്ത്രിക്കാൻ ടി.ടിമാർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. പല രീതിയിലുള്ള ആളുകളാണ് നമ്മൾ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നത്. റിസർവ് ചെയ്ത യാത്രക്കാരുണ്ട്, റിസർവേഷൻ ലഭിക്കാത്ത ആൾക്കാരുണ്ട്, സീസൺ ടിക്കറ്റുകാരുണ്ട്. ഇവരെല്ലാം നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തീർച്ചയായും എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് തന്നെയാണ്. ഇതിന് മുമ്പ് നമ്മൾ സംഭവിച്ചപ്പോഴെല്ലാം കൃത്യമായ നടപടികൾ പോലീസിൻ്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നെങ്കിലും പക്ഷേ ഇതിൻ്റെ റിസൾട്ടുകൾ നമുക്ക് എത്തിച്ചേരുന്നില്ല എന്നാണ്, അതല്ലെങ്കിൽ അത് പബ്ലിക്കിൽ എത്തിച്ചേരുന്നില്ല എന്നാണ് പ്രശ്നം. അത് യഥാവിധി ഇത്തരം പോലീസുകാരും RPFും എടുക്കുന്ന നടപടികൾ ജനങ്ങളിൽ എത്തിച്ചേർന്നാൽ ഇതിനെപ്പറ്റി ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ജനങ്ങൾ അറിഞ്ഞാൽ ഒരുപക്ഷെ ഇത് തടയാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഇതുവരെയ്ക്കും ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. കേസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ചാനലിൽ തന്നെ ഇന്നിപ്പോഴാണ് ചാനലിൽ തന്നെ എല്ലാവർക്കും അറിയുന്നത്. മീഡിയയിൽ തന്നെ ഇത്രയും ഒരു പബ്ലിസിറ്റി കിട്ടാൻ തന്നെ കാരണം ഇത്തരം ആക്രമണങ്ങൾ തുടർച്ചയായി വന്നതുകൊണ്ടാണ്. ഇപ്പോഴാണ് സിവിയറായ ആക്ഷൻ എടുക്കാൻ RPFും പോലീസും തയ്യാറാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എടുക്കുന്ന ആക്ഷനുകൾ തീർച്ചയായും പബ്ലിക്കിൽ എത്തിച്ചേരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. കൂടുതലും എനിക്ക് തോന്നുന്നു ഈ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന ആളുകളാണ് ഈ പ്രശ്നത്തിൽ ഏർപ്പെടുന്നതെന്നാണല്ലേ? തീർച്ചയായും എന്തെങ്കിലും രീതിയിൽ ടിക്കറ്റ് എടുക്കാതെ മാത്രമല്ല, അനധികൃതമായി യാത്ര ചെയ്യുന്ന പലരും ഇത്തരം സംഭവങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്. അറിയാലോ, നമുക്ക് സാധാരണ ടിക്കറ്റും കൊണ്ട് റിസർവേഷൻ കോച്ച് കയറി കഴിഞ്ഞാൽ റിസർവ് ചെയ്ത യാത്രക്കാരുണ്ടാക്കുന്ന ഒരു പ്രശ്നം ടിക്ക് ബുദ്ധിമുട്ടാണ്. അതേപോലെ സാധാരണക്കാരനായ ഈ യാത്രക്കാരൻ ചെയ്യുന്ന പ്രശ്നങ്ങളും നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇവർ രണ്ടുപേരെയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ ടിക്ക് സാധിക്കണമെന്നില്ല. കാരണം 1-2 ആളുകളല്ല, ഇപ്പോൾ ഈ സ്ഥിതിയിൽ മലബാർ മേഖലയിൽ തന്നെ ഒരുപാട് ഇത്തരം ആക്രമണങ്ങൾ നടന്നു കഴിഞ്ഞു. ടിമാർക്കെതിരെ വ്യാജ പരാതികൾ വന്നു കഴിഞ്ഞു. അതുപോലെ ഇതിന് ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു യാത്രക്കാരനായാലും യാത്രക്കാരിയായാലും ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ടിക്കെതിരെ പരാതി കൊടുത്താൽ അത് സ്വീകരിക്കുന്ന നിലപാടാണ് RPFിൻ്റെയും GRPയുടെയും കയ്യിലുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അത് പക്ഷേ ടിമാരുടെ പ്രവർത്തനത്തിനെ വിപരീതമായ രീതിയിലാണ് ഭവിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ടിമാർക്ക് ഉണ്ടാകുന്ന അത്തരം സങ്കടങ്ങൾ പോലീസും RPFും അത് തീർച്ചയായും മനസ്സിലാക്കേണ്ട സാഹചര്യമുണ്ട്. പല ഭാഗത്തും ഇപ്പോൾ ഡ്യൂട്ടികൾ വർദ്ധിച്ചിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഒരു 3 കോച്ച് AC കോച്ചുകൾ പരിശോധിക്കേണ്ടടുത്ത് 5 AC കോച്ചുകൾ പരിശോധിക്കാനാക്കിയിട്ടുണ്ട്. 2 സ്ലീപ്പർ കോച്ചുകൾ പരിശോധിക്കേണ്ടടുത്ത് 3 സ്ലീപ്പർ കോച്ചാക്കി. ഈ ഡ്യൂട്ടി കൂടിയതും അതുപോലെ തന്നെ ഈ സ്ലീപ്പർ കോച്ചുകളുടെ എണ്ണം കുറച്ചെല്ലാം വലിയ രീതിയിലൊരു ആക്രമണത്തിന് തോത് കൂട്ടിയെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അത് നോർമലി അതിനനുസരിച്ച് തന്നെ നമ്മുടെ ഡെവലപ്മെൻറ്റ് മാറിയിട്ടുണ്ട്. അതായത് പണ്ട് നമ്മൾ ചാർട്ട് വെച്ച് സാധാരണ മാനുവലായി ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നിപ്പോൾ റിസർവേഷൻ കംപ്ലീറ്റ് ചാർട്ടുകൾ മറ്റേ മോഡേൺ ഇതിലാണ് HSTയിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഇതൊന്നുമില്ല. പക്ഷേ തിരക്കുകളാണ് നമുക്ക് ഏറെ ബുദ്ധിമുട്ടാകുന്നത്. റിസർവേഷൻ നമുക്കൊരു പ്രശ്നമല്ല. പക്ഷേ അനധികൃതമായി യാത്ര ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുള്ള
പ്രശ്നം മാത്രമാണ് ടി ടിമാർക്ക് ഇപ്പോഴുള്ള. ജീവനക്കാരുടെ സംഘടനയുടെ ഒരു ഭാരവാഹി എന്ന നിലയിൽ ടി ടിമാർക്ക് ഏത് രീതിയിലുള്ള സുരക്ഷ അല്ലെങ്കിൽ ജീവനക്കാർക്ക് ഏത് രീതിയിലുള്ള സുരക്ഷ ഒരുക്കണമെന്നാണ് നിങ്ങളുടെ ആവശ്യം? ഇതിപ്പോൾ നമുക്ക് RPFൻ്റെ സൈഡ്, RPF അല്ലെങ്കിൽ GRP, ഈ രണ്ട് സംവിധാനത്തിലും വളരെയധികം ജീവനക്കാരെ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ ഭാഗത്തും എത്തിച്ചേരാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. പക്ഷേ പ്ലാറ്റ്ഫോമുകളിൽ കൃത്യമായ പരിശോധന നടത്തി അവരെ ജനറൽ കോച്ചുകൾ കയറേണ്ടവർ ആ രീതിയിൽ തന്നെ ഡൈവേർട്ട് ചെയ്യുകയല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെങ്കിൽ തീർച്ചയായും സുരക്ഷാ വിഭാഗത്തിൻ്റെ എണ്ണം വർദ്ധിക്കുക തന്നെ ചെയ്യണം. സുരക്ഷാ സൗകര്യങ്ങൾ കൂട്ടാനുള്ള മേൽനടപടികൾ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുക തന്നെ വേണം. പ്ലാറ്റ്ഫോമിലും ട്രെയിനിലും സുരക്ഷാ വിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം കൂട്ടേണ്ടി വരും. യെസ്. എന്തായാലും ഈ ടി ടിമാർക്ക് എതിരെയായിട്ടുള്ള ഈ ഒരു ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷാ ജീവനക്കാരുടെ എണ്ണം കൂട്ടിക്കൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് ഉടൻ തന്നെ പരിഹാരം റെയിൽവേ അധികൃതർ കാണണമെന്നാണ് ജീവനക്കാരുടെ സംഘടനയും ആവശ്യപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.